ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തൊന്നും എടുക്കുന്ന ഒരു വീഡിയോ അല്ല കേട്ടോ. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാം എന്ന് ഇപ്പോൾ തീരുമാനിച്ചതാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. ഞാൻ പ്ലാൻ ചെയ്തെടുത്തിരുന്നെങ്കിൽ രാവിലെ എടുക്കണമായിരുന്നു. കാരണം വാലന്റൈൻസ് ഡേ ഞങ്ങൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 8 years ആയി. അതിന് മുന്നേ കല്യാണത്തിന് മുമ്പ് 2 years നമ്മൾ ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഇല്ല, ഇപ്പോഴും ഇല്ല, നമ്മൾ അങ്ങനെ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാറില്ല. ജസ്റ്റ് ഒന്ന് വാലന്റൈൻസ് ഡേ വിഷ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ ഒരു ഡയറി മിൽക്കും, ഭയങ്കര ക്ലീശയാണ് ഡയറി മിൽക്കും, പിന്നെ ഞാനൊരു മറ്റേ ലവ് കപ്പ് പോലെ ഒരു കപ്പിൽ സർപ്രൈസ് ആയിട്ടൊക്കെ ചായയൊക്കെ കൊടുത്ത് ഒന്ന് ചെറിയതായിട്ട് വാലന്റൈൻസ് ഡേ വിഷൊക്കെ ചെയ്തു. അതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തില്ല കേട്ടോ. അതൊന്നും അന്നേരം ഒന്നും എൻ്റെ മൈൻഡിൽ വീഡിയോ എടുക്കണമെന്ന് എനിക്ക് യാതൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇരുന്നപ്പോൾ ചുമ്മാ അങ്ങ് എടുക്കാം എന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ എന്തായാലും സാറ്റർഡേ ആണ്. ഇന്നത്തെ മെയിൻ പരിപാടി തന്നെ ക്ലീനിങ് ആണ്. സാറ്റർഡേ ഈസ് ഫോർ ക്ലീനിങ്. സാറ്റർഡേ ആൻഡ് സൺഡേ വീക്കെൻഡ്സിലാണ് നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളാണ്. കുക്കിംഗ് ഉണ്ട്, ക്ലീനിങ് ഉണ്ട്, പിന്നെ എനിക്കിന്ന് വാലന്റൈൻസ് ഡേയുടെ ഒരു ഓർഡർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിങ്ങിന് പോകണം. അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന്. അമ്മയ്ക്ക് ഇന്ന് ക്ലാസ് ഇല്ല, സാറ്റർഡേ ആണല്ലോ. അപ്പോൾ അവർക്ക് കുറച്ച് ദിവസമായിട്ട് പനിയായിരുന്നു. ഒന്ന് ബെറ്ററായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വാശിയും ബഹളവും ഒക്കെ എൻ്റെ സൈഡിൽ കൂടെ നടക്കും. ഇന്നത്തെ ദിവസം നിങ്ങളും എൻ്റെ ഒപ്പം കുടിക്കോ, നമുക്ക് ഒരുമിച്ച് എന്താ ചെയ്യണേന്ന് പോയി നോക്കി. കാണിച്ചേ, കറി വെച്ചിട്ട് വരാം. ചോറുണ്ണണം കേട്ടോ. അമ്മയ്ക്ക് ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സാഡ്ലി ഞണ്ട് മേടിച്ചതിൻ്റെ അന്ന് തന്നെ അമ്മയ്ക്ക് പനി വന്നു. അത് കഴിഞ്ഞ് ഞണ്ട് വയ്ക്കാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ഇച്ചിരി ഓക്കെയാണ്. പക്ഷെ ഫുഡൊന്നും കഴിച്ച് തുടങ്ങിയിട്ടില്ല അമ്മയ്ക്ക്. ഒന്ന് സെറ്റായി വരും, അപ്പോഴത്തേക്കും എവിടുന്നെങ്കിലും ഒരു പനി ഒപ്പിച്ച് വെക്കും. വീണ്ടും എല്ലാം പോവും. ഇതേ മുഖമൊക്കെ ഇരിക്കുന്നുണ്ടോ, കരഞ്ഞ് വാശി കരച്ചിൽ എല്ലാം ഉണ്ട്. മുഖമൊക്കെ കണ്ണൊക്കെ സ്മോളായി പോയിട്ടുണ്ട് അമ്മയുടെ. അപ്പോൾ എല്ലാ പിള്ളേരും അങ്ങനെയാണെന്ന് തോന്നുന്നു. ഒന്ന് ഫുഡൊക്കെ കഴിച്ചൊന്ന് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്നാലും ഒപ്പിച്ചോണ്ട് വരും. അത് മൊത്തം പോവും. റിപ്പീറ്റ് ഇത് തന്നെ. അമ്മ എന്ത് കളിയാ കളിക്കണ്ടേ? ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അമ്മയായിട്ട് കളിക്കാൻ പോകണം. അമ്മ ഞണ്ട് ക്ലീൻ ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ പോയി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. ഞണ്ടിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ടുണ്ടാകും. നമ്മളെപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴാണ് കിച്ചൺ ക്ലീൻ ചെയ്യുന്നത്. സാധാരണ വീടുകളിൽ എല്ലാ കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കിച്ചൺ ക്ലീനിങ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ തന്നെ അടുക്കള അലമ്പാവും. അപ്പോൾ നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മൾ ക്ലീനായ കിച്ചണിലാണ് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടെ എളുപ്പം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഫുൾ പണിയും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് ചെയ്യുമ്പോഴത്തേക്കും ഒരു മടി വരും. അതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ ബെറ്ററായിട്ട് വർക്കാവുന്ന. എന്താ ഞാൻ കേട്ടില്ല. യെല്ലോ അമ്മ വീഡിയോ എടുക്കുന്നതാണ് എനിക്കൊന്ന് കിട്ടണം കേട്ടോ. ഓക്കെ അമ്മ കൗണ്ട് ചെയ്യും. 1 2 3 4 5 6. എനിക്ക് കണ്ടോ 1 2 ഉള്ളൂ. യെല്ലോ അമ്മ ജയിച്ചു. യെസ്. നെക്സ്റ്റ് കളർ ഏതാ? കഴിഞ്ഞോ? 1 2 3 4 5 6 7. 1 2 3. വീണ്ടും അമ്മ ജയിച്ചു. ഗ്രീൻ. ഇനി നമുക്ക് ക്യാമറ ഓഫ് ചെയ്തിട്ട് കളിക്കാം, എന്നാലും ഞാൻ ജയിക്കത്തുള്ളൂ. ഞാൻ പൊക്കോട്ടെ ചേട്ടാ, പൊക്കോട്ടെ. അമ്മാനിക്ക് കൊടുത്തിരിക്കുന്നു അടുത്ത ഷിഫ്റ്റ്. അമ്മാനി ഇരിക്കും. ഞാൻ പോവാ, സത്യമായിട്ട് പോവാ. ബൈ ബൈ. നോക്കൂല. ഞാൻ മാറിയിട്ട് അമ്മ ഇരുന്നതാണ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് അമ്മയോട് സംസാരിച്ചത് കൊണ്ട് അമ്മ അവളെ ശ്രദ്ധിച്ചില്ല. ഇതിനാണ് കലിപ്പിട്ടത്. അപ്പം ഞാൻ പോയി ഈ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് പ്ലാൻ ചെയ്തിരിക്കുന്ന ചോറും ഞണ്ട് കറി, മോര് കറി, പിന്നെ ബീൻസും ക്യാരറ്റും തോരൻ ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചു. ഞണ്ട് അമ്മ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീൻസ് ഞാൻ ഇവിടെ, ക്യാരറ്റ് ഉണ്ട്, സവാള ഉണ്ട്. എന്നിട്ട് അതിനുള്ളിലേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടി, ജീരകം, മുളക് പൊടി, ഉപ്പ്,
പച്ചമുളക് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. കുറച്ച് നേരം ഇതിങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് പിന്നെ കടുക് വറുത്തിട്ട് തോരൻ റെഡിയാക്കിയാൽ മതി. വയ്ക്കാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആൻഡ് ടേസ്റ്റിയസ്റ്റ് വേ ആണ് കേട്ടോ. ബീൻസും ഇങ്ങനത്തെ ഞാൻ കാണിച്ചില്ലേ, ഇപ്പോൾ ബീൻസ് തോരനും ക്യാബേജ് തോരനുമാണ് ഇങ്ങനെ ചെയ്യാൻ ഏറ്റവും നല്ലത്. അപ്പം ഇനി വർത്താനം പറയാനില്ല, ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യട്ടെ. അപ്പുറത്ത് വീട്ടിലെ ബഹളം എൻ്റെ സൗണ്ടിനേക്കാൾ കൂടുതലായി നിങ്ങൾ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും. കിച്ചൺ ക്ലീനിങ് നമ്മൾ ഡെയിലി ഉള്ള പരിപാടിയാണ് കേട്ടോ. എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് കഴിയുമ്പോൾ കിച്ചൺ അങ്ങ് ക്ലീൻ ചെയ്ത് പോകും അതിൻ്റെ കൂടെ. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും അഴുക്ക് പറ്റുവാണെങ്കിൽ അതിൻ്റെ കൂടെ അതും ക്ലീൻ ചെയ്ത് പോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വളരെ ക്ലീനായിട്ടുള്ളൊരു കിച്ചണിൽ ഒക്കെ നിന്ന് കുക്ക് ചെയ്യുമ്പം ഒരു ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ്. എനിക്കിഷ്ടമല്ല അല്ലാതെ ഇങ്ങനെ വാരി വരച്ചിട്ട് കിടക്കുന്ന കിച്ചൺ. കുക്കിംഗ് ഒക്കെ കഴിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇനി കറി ഒന്ന് ഇറക്കിയാൽ മതി, അമ്മ നോക്കിക്കോളും. ഇപ്പം ഇനി ക്ലീനിങ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഡീപ്പ് ക്ലീനിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കണ്ണേട്ടനും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വരുമെന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. കുറച്ച് വർക്കുണ്ട് ഓഫീസിൽ. ഇപ്പോൾ സർജറിക്ക് ശേഷം അങ്ങനെ അധികം നമ്മൾ പണിയെടുപ്പിക്കാറില്ല, റെസ്റ്റ് ആയിരുന്നു. ഇപ്പം കഴിഞ്ഞ 2-3 ദിവസം മുന്നേ റിവ്യൂ ആയിരുന്നു. 3 മാസമായി സർജറി കഴിഞ്ഞിട്ട്. അപ്പോൾ ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഇനി ബാക്ക് ടു നോർമൽ ലൈഫ് പോവാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, മല കയറാൻ ചാടാൻ ഓടാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് കാല് നമ്മൾ ക്രോസ് വെക്കരുത്, മുട്ടുകുത്തി നിൽക്കരുത്, ചമ്രം മടഞ്ഞിരിക്കരുത്, ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കരുത്. ഹിപ്പ് റീപ്ലേസ്മെൻ്റ് ആയിരുന്നു. അപ്പം അങ്ങനത്തെ കുറച്ച് റെസ്ട്രിക്ഷൻസ് നമ്മൾ ലൈഫ് ലോങ് സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഈ റീപ്ലേസ് ചെയ്ത സാധനം ഇങ്ങനെ തേയ്മാനം വന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ റൈറ്റ് സൈഡിൽ കോർ ഡീകംപ്രഷൻ എന്ന് പറഞ്ഞിട്ടൊരു കീഹോൾ സർജറി ആയിരുന്നു അത്. അപ്പോൾ അത് സക്സസ് ആയോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊരു 9 months ഒക്കെ കഴിഞ്ഞിട്ടോ, അതായത് ഒരു 1 year സർജറി കഴിഞ്ഞൊരു 1 year കഴിയുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. പിന്നെ ഒരു 9 months കൂടെ വെയിറ്റ് ചെയ്താലാണ് അത് സക്സസ് ആയോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുക. സക്സസ് ആവട്ടെ, സക്സസ് ആകും എന്ന് തന്നെ വിശ്വസിക്കാനാണ് ഞങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടം. ഇനി ഇത് റീപ്ലേസ്മെൻറ്റ് വേണ്ട എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് ക്ലീനിങ്ങിലോട്ട് പോകാം. അങ്ങനെ ഒരു 2-3 മണിക്കൂർ നീണ്ടു നിന്ന ക്ലീനിങ് ആയിരുന്നു കേട്ടോ. പൊടിയൊക്കെ അടിച്ച് കളയും, ജനലും വാതിലൊക്കെ തുടയ്ക്കുകയും ഫ്ലോറ് കംപ്ലീറ്റ് തൂത്തുവാരി തുടയ്ക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. കണ്ണേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു മോട്ടിവേഷൻ പകുതിക്ക് വെച്ചൊക്കെ നഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ തുടങ്ങിയത് തീർക്കണമല്ലോ എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അമ്മിക്കുട്ടനെ കുളിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഫുഡ് കഴിക്കാനുള്ള സമയമൊക്കെ ആയി. അപ്പോൾ അവളെ കുളിപ്പിച്ച് താഴേക്ക് വിട്ടാൽ അമ്മ ഫുഡ് കൊടുത്തോളും. പനി വന്നതിന് ശേഷം ഫുഡ് കഴിക്കാൻ ആൾക്ക് നല്ല മടിയാണ്. അപ്പം അമ്മയുടെ താണെങ്കിൽ അവൾ ഭയങ്കരമായിട്ട് ഉളപ്പും. ഞാനോ അല്ലെങ്കിൽ കണ്ണേട്ടാണെങ്കിലാണ് പിടിച്ചിരുത്തി കുറച്ചെങ്കിലുമൊക്കെ ഫുഡ് കൊടുക്കുന്നത്. പിന്നെ ആ കുളി കഴിഞ്ഞ് വന്ന് ഞാനും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ തന്നെ 3:30-4 മണി എന്തോ ആയിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് ചോറിൻ്റെ ഇവിടെ ഞണ്ട് കറിയൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. എല്ലാ പണിയും ഒരുവിധം തീർന്നു എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ ഹാമ്പറിൻ്റെ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. അതെല്ലാം ഇനി പറക്കി വെക്കണം. അതൊക്കെ ഒരു കോലത്തിൽ ഇരിക്കണം. എനിക്ക് ഇന്നൊരു ഹാമ്പറിൻ്റെ ഓർഡർ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഷോപ്പിങ്ങിന് പോകണമെന്ന്. അതിന് ഞാൻ പോകുന്നില്ല. ബിക്കോസ് കണ്ണൻ ഓൾറെഡി ആ കടയിൽ പോയി, എൻ്റെ അനിയൻ. അപ്പം അവനെ കൊണ്ട് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഹാമ്പറിൻ്റെ ഒരു ഓർഡർ ഉണ്ട്, രാത്രി വന്ന് പിക്കപ്പ് ചെയ്യുന്നത്. അത് ചെയ്യണം. തൽക്കാലം ഇതിപ്പം നമുക്ക് കണ്ടിട്ടില്ല എന്ന രീതിയിൽ പോകാം. കുറച്ച് കഴിഞ്ഞൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് വന്ന് സെറ്റാക്കും. റെസ്റ്റ് എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു വ്യാമോഹമായിരുന്നു. അതിനുള്ള സമയമില്ലായിരുന്നു. കാരണം നമ്മളോട് കസ്റ്റമർ ഒറിജിനൽ ഫ്ലവർ വേണമെന്ന് വിളിച്ച് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് തപ്പി ഇറങ്ങി. വാലൻറ്റൈൻസ് ഡേ ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് കിട്ടി. പിന്നെ വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. നമുക്ക് ഫൈനലി ഹാമ്പർ സെറ്റ് ചെയ്ത് തുടങ്ങാം. ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സ്, ഹാമ്പർ ബോക്സിലാണ് ഈ ഹാമ്പർ സെറ്റ് ചെയ്യുന്നത്. പിന്നെ അത് കുറച്ച് ജ്വല്ലറിയും ചോക്ലേറ്റ്സും ആണ് നമ്മളോട് കസ്റ്റമർ പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന ഹാമ്പർ ബോക്സ് നമുക്ക് കുറച്ച് ഡെപ്തുള്ള ടൈപ്പ് ബോക്സാണ്. അപ്പോൾ അതിൽ നമ്മൾ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ, അത് വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ തെർമോക്കോളാണ് അത് വെക്കുന്നത്. അപ്പോൾ ഞാൻ തെർമോക്കോൾ എപ്പോഴും ആ ഷേപ്പിന് വെട്ടിയിട്ട് എന്തെങ്കിലും വെച്ചൊന്ന് റാപ്പ് ചെയ്തിട്ടാണ് വെക്കുക. ചിലർ അങ്ങനെ തന്നെ തെർമോക്കോൾ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് കുറച്ചും കൂടെ ഭംഗിയുള്ളത് അതിനൊന്ന് റാപ്പ് ചെയ്ത് വെക്കുമ്പോഴാണെന്നാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ വാങ്ങിച്ച് ആ റോസ്
അത് ഒറിജിനൽ ഫ്ലവർ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി വാങ്ങിയതാണ്. ഡേ ഹാമ്പർ ആണ് കേട്ടോ. ഇന്നലെ രാത്രി വിളിച്ചിട്ട് ഇന്ന് രാവിലെ വേണമെന്ന് പറഞ്ഞ ഒരു ഹാമ്പർ ആണിത്. അപ്പൊ അവരോട് പറഞ്ഞത് കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ എന്തെങ്കിലും രുചികൾ ഇഷ്ടമുള്ള പോലെ ചേച്ചി എന്താന്ന് വെച്ചാൽ കാണിച്ചോ, കാണാൻ ഒരു ഭംഗി ഉണ്ടാവണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു ഒറിജിനൽ റോസ് ഫ്ലവർ വേണമെന്ന്. ഞാനിവിടെ ആർട്ടിഫിഷ്യൽ റോസ് ബൊക്കേസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ഒറിജിനൽ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാനിത് പുറത്തുനിന്ന് വാങ്ങിയേ. പിന്നെ ടോബിൾ റോൺ വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടോബിൾ റോൺ ഉണ്ട്. പിന്നെ ചോക്ലേറ്റ്സ്, ഡയറി മിൽക്ക്, സിൽക്ക്, കിറ്റ്കാറ്റ്, 5 സ്റ്റാർ, ഇത്രയാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ ജ്വല്ലറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 2 ഇയറിങ്സ്, ഇങ്ങനെ ഹാർട്ട് ഷേപ്പും ഇങ്ങനത്തെ 2 ഇയറിങ്സും, പിന്നെ ആൻറ്റി ടാർണിഷ് ഒരു നെക്ക് പീസ് വെക്കുന്നുണ്ട്, പിന്നെ 2 സ്ക്രഞ്ചീസ്, 2 ഹെയർ ക്ലിപ്സ്, ഇത്രയാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ ഞാനൊരു വിഷ് കാർഡും കൂടെ വെക്കുന്നുണ്ട്. ഞാൻ എല്ലാ ഹാമ്പറിലും വെക്കുന്നതാണ് ഒരു വിഷ് കാർഡ്. എന്നിട്ട് ചോദിക്കുമ്പോൾ എന്തെങ്കിലും പേഴ്സണൽ നോട്ട് എഴുതണോ എന്നുള്ളത് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പം ഇത്രയാണ് നമ്മോട് വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാം. അപ്പോൾ നേരത്തെ ഞാൻ കട്ട് ചെയ്ത തെർമോക്കോൾ ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് പേപ്പറിൽ റാപ്പ് ചെയ്തിട്ടോ. എൻ്റെ കയ്യിൽ ഭാഗ്യത്തിന് ഹാർട്ട് ഷേപ്പിൽ തന്നെ ഒരു ഗിഫ്റ്റ് റാപ്പിംഗ് പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാൻ റാപ്പ് ചെയ്ത് ഇതിൻ്റെ മേലെയാണ് ഇനി നമ്മൾ ഹാമ്പറിൻ്റെ ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. ഇങ്ങനെ സെറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ഹാമ്പേഴ്സ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഉള്ള ഒരു കാര്യം എന്താണെന്നറിയോ, എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് അറിയാം എല്ലാം, ഇപ്പം ചെറിയ ബിസിനസ് ആണെങ്കിലും വലിയ ബിസിനസ് ആണെങ്കിലും എല്ലാത്തിലും റിസ്ക് ഉണ്ട്. ബിസിനസ് എന്ന് പറയുന്നത് റിസ്ക് ഇൻക്ലൂഡഡ് ആണ്. എനിക്ക് ഇതുവരെ ദൈവം സഹായിച്ച അങ്ങനത്തെ വഴികെട്ടുകളൊന്നും വന്നിട്ടില്ല. പക്ഷെ എന്താണ് ഇത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ്. അത് ചില സമയത്ത് ഞാൻ പ്രോഫിറ്റ് പോലും നോക്കാത്തത് എനിക്ക് ഇപ്പം വർക്ക് എടുത്താൽ മതി, നമുക്കൊരു വർക്ക് കിട്ടിയാൽ മതി എന്നാണ്. അപ്പം ഒരു ഓർഡർ വന്നു കഴിയുമ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്കൊരു വർക്ക് വന്നു എന്നുള്ള ഹാപ്പിനെസ്, 2 ഇത് കൊടുക്കുന്ന ആളുടെ ഹാപ്പിനെസ്, 3 ഇത് റിസീവ് ചെയ്യുന്ന ആളുടെ ഹാപ്പിനെസ്. അപ്പം അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരും. നമ്മുടെ കസ്റ്റമറും സാറ്റിസ്ഫൈഡ് ആണ്, അവരും ഹാപ്പിയാണ്, റിസീവ് ചെയ്യുന്ന ആളും ഹാപ്പിയാണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അതൊരു നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരും. അതാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ടെന്ന് പറയുന്നത്. ഞാൻ ചിലവർക്ക് കാണുമ്പോൾ തോന്നും എന്തെന്നാണ് ഇതിനകത്ത് ഇത്ര പണിയിരിക്കുന്നത്, വെറുതെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ഒരു പെട്ടിക്കുള്ളിൽ. അത് പൊതുവെ ഞാൻ കുറെ പേരങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഇത് ക്രാഫ്റ്റേഴ്സ് ചെയ്യുന്ന ഒരുപാട് പേരിങ്ങനെ വീഡിയോയിലൊക്കെ പറയാറുണ്ടല്ലോ, ഒരു സാധനം കുറെ സാധനം വാങ്ങി ഒരു പെട്ടിയിലാക്കി വെക്കുന്നതിനാണോ ഇത്ര പാടുന്നത്. പക്ഷെ അതിനെല്ലാം ഒരു എഫേർട്ട് ഉണ്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള. ഇതെല്ലാം ഒരു സ്ഥലത്തു നിന്നൊന്നും അല്ല നമ്മൾ വാങ്ങിക്കുന്നത്. നമ്മൾ പല സ്ഥലത്ത് പോയി കളക്ട് ചെയ്ത് നമ്മുടെ ടൈം, എഫേർട്ട്, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. സോ ഒരു വർക്കും ഈസി അല്ല. ഈ ഒരു ഹാമ്പറിന്റെ ഫൈനൽ ലുക്ക്, ഇതിനുള്ളൊരു കോട്ട് എഴുതി വെക്കാം. ഇതാണ് നമ്മുടെ ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇതെടുക്കാൻ ആൾ വരും. ഒരു റോസും കൂടി ഉണ്ട് അതിൻ്റെ കൂടെ കേട്ടോ. നമുക്കിത് വെക്കാം. അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആൾ വരും. എത്ര ചെറിയ ഹാമ്പർ ആണെങ്കിൽ ശരി, ഞാൻ പാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇത് ഇവിടെ മുഴുവൻ ഞാൻ അലമ്പാക്കിയിട്ടുണ്ടാവും. പലപ്പോഴും എന്നെ കണ്ടിട്ട് നീ ഓഫീസ് റൂമിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കാറുണ്ട്. അപ്പോൾ നാളെ രാവിലെ ആയിരിക്കും കണ്ടിട്ട് നീ ഓഫീസ് റൂമിലോട്ട് വരുന്നത് മിക്കവാറും. അതിന് മുമ്പ് ഇതൊക്കെ സെറ്റാക്കി ഇടാം. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഡിന്നറിന് നമുക്കിന്ന് പാസ്തയാണ്. ഭയങ്കര പ്രത്യേകിച്ച് റെസിപ്പി എന്ന് പറയാൻ ഭയങ്കര സിമ്പിളാണ് ആക്ച്വലി. ഇതിനകത്ത് ഞാൻ ചിക്കൻ സോസേജാണ് എടുത്തത്. അപ്പോൾ ഞാൻ ബട്ടറിൽ സോസേജ് ഒന്ന് സോട്ട് ചെയ്ത് എന്നിട്ട് ഇത് വെളുത്തുള്ളിയും സവോളയും കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റി. നമ്മൾ ഈ പാസ്തയ്ക്ക് വേണ്ട വെജിറ്റബിൾസ് ഒന്ന് നല്ലോണം കുക്ക് ആവുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു ബൈറ്റ് കിട്ടുന്ന രീതിയിൽ വേണം അവനപ്പോൾ ഒരുപാട് വേണ്ട. ജസ്റ്റ് ഒന്ന് ഇതായി കഴിഞ്ഞാൽ ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ, ആദ്യം ബീൻസും ക്യാരറ്റുമാണ്, അതൊന്ന് വെന്ത് കഴിയുമ്പം ടൊമാറ്റോ ആഡ് ചെയ്യും. പിന്നെ ടൊമാറ്റോ സോസ്, കുരുമുളക് പൊടി, ഒറിഗാനോ, ഉപ്പ്, ഇത്രയാണ് ഞാൻ ഇടുന്നത്. എന്നിട്ട് പാസ്ത ഇട്ട് മിക്സ് ചെയ്ത് പാസ്തയുടെ വെള്ളം കഴിക്കും കുറച്ച്. എന്നിട്ട് ചീസ് ആഡ് ചെയ്യും. ചൂടോടെ തന്നെ നമ്മൾ സെർവ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റെസിപ്പി വേണമെങ്കിൽ ഷോർട്സ് ആയിട്ടൊക്കെ എപ്പോഴെങ്കിലും ഇടാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം അതിനുള്ളൊരു മൂഡില്ല. Bye. Bye.
അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കേണ്ട സമയം അങ്ങനെ വന്നെത്തിയിരിക്കുകയാണ്. ഇനി 0 എനർജി ലെഫ്റ്റ് ആണ്. ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണേട്ടോണ്ട് പറഞ്ഞായിരുന്നു നമുക്ക് വെറുതെ നടക്കാനൊക്കെ പോവാം. പക്ഷെ വയ്യാഞ്ഞിട്ട് എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇന്നത്തെ ആ ഒരു വലിയ ജോലി ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞല്ലോ, അത് തന്നെ ഭയങ്കര സന്തോഷം. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാൻ. ബൈ, ടേക്ക് കെയർ.